സംസ്ഥാന ശിശുക്ഷേമ സമിതി ആസ്ഥാനത്ത് മുലപ്പാൽ ബാങ്ക് ജനുവരിയിൽ പ്രവർത്തനം ആരംഭിക്കും. അമ്മയുടെ മുലപ്പാൽ ലഭിക്കാത്ത ശിശുക്ഷേമ സമിതിയിലെ കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതവും ശാസ്ത്രീയവുമായി സംസ്കരിച്ച മുലപ്പാൽ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണിത്. കുഞ്ഞുങ്ങളിൽ രോഗപ്രതിരോധ ശേഷി കുറയുന്നതും വളർച്ചാ മന്ദതയും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിനായി സർക്കാർ പിന്തുണയ്ക്ക് പുറമെ CSR ഫണ്ടും ശിശുക്ഷേമ സമിതി കണ്ടെത്തിയിട്ടുണ്ട്. തലസ്ഥാനത്തെ ശിശുക്ഷേമ സമിതിയിൽ 2 വയസ്സിൽ താഴെയുള്ള 70ഓളം കുട്ടികളുണ്ട്. ഇവിടെ തുടക്കമിടുന്ന പദ്ധതി ഘട്ടം ഘട്ടമായി മറ്റ് ദത്ത് കേന്ദ്രങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്ന് ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപി സംരക്ഷണയിലേക്ക് എത്തപ്പെട്ടു. അതിൽ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് പെൺകുഞ്ഞുങ്ങളാണ് ആ കരുതലിലേക്ക് എത്തിയത്. ഒരു കുട്ടിയുടെ ജന്മാവകാശമായി കരുതുന്നത് അമ്മയുടെ മുലപ്പാലാണ്. നിർഭാഗ്യവശാൽ ഈ കുഞ്ഞുങ്ങൾക്ക് ആ മുലപ്പാൽ ലഭിക്കുന്നില്ല. അപ്പോൾ ആ മുലപ്പാൽ ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തുകയാണ് ശിശുക്ഷേമ സമിതി ഇപ്പോൾ ചെയ്യാൻ വേണ്ടി പോകും. അതിൻ്റെ ഭാഗമായി 2027 ജനുവരിയോടുകൂടി തിരുവനന്തപുരത്തെ ദത്തെടുക്കൽ കേന്ദ്രത്തിൽ ഒരു ഹ്യൂമൻ മിൽക്ക് ബാങ്ക് സ്ഥാപിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഏകദേശം 75 ലക്ഷം രൂപയോളം ചിലവ് വരും. വിവിധ സന്നദ്ധ സംഘടനകളുടെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെയൊക്കെ